അയ്യോ ഷോ വൺ ഷോ എന്നും പറഞ്ഞുകൊണ്ട് സെബിനെ ഇട്ടുകൊണ്ട് ചൊറിഞ്ഞുകൊണ്ടിരുന്നതാണ് ഈ അവരാധിച്ച മറ്റേ മോള്. അപ്പോൾ ഇവൻ ഒരു വിരൽ കാണിച്ചെന്നല്ല ഇവള് പറഞ്ഞ് പരാതിപ്പെടുന്നത്. നീ പുറത്തോട്ട് വാ മോളെ, മൊത്തം കേരളം പകുതി കേരളം നിനക്ക് ഒരു വിരലാണ് കാണിക്കാൻ പോകുന്നത്. സെബിനാണെങ്കിൽ രണ്ട് വിരലിങ്ങനെ ചെറുതായിട്ട് മുഖത്തോട്ട് ഇങ്ങനെ വെച്ചതേ ഉള്ളൂ. നിനക്ക് ഇനിയുള്ള ജീവിതത്തിൽ നീ കാണാൻ പോകുന്ന ഏറ്റവും കൂടുതൽ വിരലെന്ന് പറഞ്ഞാൽ മിഡിൽ ഫിംഗറാണ്. അത് ഞാൻ ഉറപ്പ് തരാം. ഞാൻ കാണിക്കില്ല, പക്ഷേ അതാണ് നീ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. എന്തൊരു അഭിനയമല്ല, എന്തൊരു നാടകമായത്. ശാപം. ഇത്രയൊക്കെ അഭിനയിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ഇവള് മറ്റേ സൂപ്പർ സ്റ്റാർ ആയിപ്പോയനെ, ശോഭനയൊക്കെ മാറി നിന്നേനെ, നാഗവല്ലിയൊക്കെ മാറിപ്പോയനെ. ഇതൊന്നും അഭിനയിക്കുന്നതല്ല, ഇതാണ് ഇവളുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം. അവൻ മാപ്പ് പറയുന്നു, മാപ്പ് പറഞ്ഞാൽ മതിയുള്ളൂ, മാപ്പ് പറഞ്ഞാൽ മതിയുള്ളൂ. എന്ത് ചെയ്തിട്ട് മാപ്പ് പറഞ്ഞാൽ കഴിഞ്ഞോ? പിന്നെ എന്താ ചെയ്യേണ്ടത്? അവനെ തൂക്കിക്കൊല്ലണോ? ശാപം. ഇപ്പൊ അയാൾ എന്താ ഞാൻ കാണിച്ചൊന്നുമില്ല. അയാൾ കാണിച്ചു. കാണിച്ചു തരാം. ഞാൻ കണ്ടു. സിബിൻ ബ്രോ അത് തെറ്റാണ്. ഞാൻ അപ്പോളജൈസ് ചെയ്യും തെറ്റാണെങ്കിൽ. ഞാൻ സംസാരിക്കാം. ഞാൻ ചെയ്ത ഗസ്റ്റർ തെറ്റാണ്. ജോസ്മിൻ വെരി വെരി സോറി ഫോർ ദാറ്റ്. എന്റെ പ്രഷർ കാരണം ഞാൻ ചെയ്തു പോയതാണ്. ചീത്ത വിളിക്കൂലേ? ഞാൻ എന്റെ കയ്യിൽ നിന്ന് പോയതാണ്. സോറി പറഞ്ഞു. കൂടുതൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജാസ്മിൻ എന്നോട് ക്ഷമിക്കും കേട്ടോ. അല്ല, ഇതൊരു കംപ്ലൈന്റ് ആട്ടോ. ജാസ്മിനോട് സിബിൻ കാണിച്ചത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതിന് കർശനമായ നടപടി തന്നെ എടുക്കും. പക്ഷെ നമുക്ക് കുറച്ച് സമയം വേണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. സിബിൻ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. ഞാൻ ചെയ്തത് വളരെ മോശമായിട്ടൊരു ഗസ്റ്ററാണ്. ഒരിക്കലും ഒരു പബ്ലിക് വേദിയിൽ ഒരാളോടും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത് മനസ്സിലാക്കുന്നു. എൻ്റെ ദേഷ്യം ഞാൻ കൺട്രോൾ ചെയ്യണമായിരുന്നു. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അത് പുറത്തേക്ക് നാവിലൂടെ വരാതിരിക്കാൻ ഒരു ഗസ്റ്ററിലൂടെ ഞാൻ കാണിച്ചു. അത് തെറ്റായിപ്പോയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്ത പൊതുവേദിയിലും ജനങ്ങളോടും ജാസ്മിനോടും വളരെ ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കും. പിന്നെ എല്ലാ ഷോയും കാണിച്ച് പിന്നെ പ്രേക്ഷകരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു സോറി എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങ് തീരുമല്ലോ. ആ സമയത്ത് ജാഫറിന് 2 വാഴ നട്ടാൽ മതിയായിരുന്നു. അതാണ് പറയാനുള്ളത്. ഒട്ടുമിക്ക ആൾക്കാർക്കും കേരളത്തിലുള്ള പ്രേക്ഷകർക്ക് അതായിരിക്കും അഭിപ്രായം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊരു ജന്മമാണ്. സെബിൻ അവിടെ സമ്മതിച്ചു, പുള്ളി അതിന് മാപ്പും പറഞ്ഞു. ഇവള് മറ്റേ കാല് കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. ചെരുപ്പില്ലാതെ ടോയ്ലറ്റിൽ പോയി എന്ന് ജിൻഡോ പറഞ്ഞു. അവൾ കാല് കയറ്റി സോഫയിൽ വെച്ചിരിക്കുമ്പോൾ സെബിനോ ജിൻഡോയോ ആര് പറഞ്ഞാലും, രശ്മിനായാലും ഗബ്രിയായാലും ആര് പറഞ്ഞാലും അവൾ കാല് മാറ്റുകയും ചെയ്തില്ല, സോറിയും പറഞ്ഞില്ല. അതാണ് അവളുടെ ക്വാളിറ്റി. എന്നിട്ട് ഇവിടെ കിടന്ന് എന്താണ് അഭിനയം എന്ന് പറയാൻ പറ്റില്ല. അഭിനയം എന്ന് ഞാൻ പറയില്ല ഒരിക്കലും. കാരണം ഇതൊരു ആക്ട്രസ് ഒന്നല്ല. ഇവളൊരു ഒന്നിനും കൊള്ളാത്ത ഒരു മറ്റേ മോള്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നിപ്പോൾ വീക്കെൻഡ് എപ്പിസോഡാണ്. ഇന്നും വന്ന് ഈ ലാലേട്ടൻ കൊഞ്ചിട്ടായിരിക്കും പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഷോയുടെ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറഞ്ഞു പോകും. ഇപ്പം തന്നെ താഴെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ജാസ്മിനെ ഒന്നും പറയാതെ ഇന്ന് വന്ന് സെബിനിട്ടാണ് താങ്ങാൻ പോകുന്നതെങ്കിൽ, ആ വിരൽ കാണിച്ച കാര്യമാണ് പറയാൻ പോകുന്നതെങ്കിൽ അവസാന ആൾക്കാർ ലാലേട്ടനെ ചീത്ത വിളിക്കും, ബിഗ് ബോസിനെ ചീത്ത വിളിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്.